പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പരാതിയും നന്ദികേടും, അൺതാങ്ക്ഫുൾനെസ് ആൻഡ് മർമറിങ്. വിശുദ്ധ ബൈബിളിൽ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വചനം ഇങ്ങനെ പറയുന്നു: എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവഹിതം. ഇൻ എവരിതിങ് give thanks, for this is the will of God in Christ Jesus concerning you. ലഭിച്ച 1000 നന്മകൾ മറന്ന് കിട്ടാത്ത ഒരു കാര്യത്തിനായി പരാതി പറയുകയാണോ നമ്മൾ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്ദി കേടുന്ന ആത്മീയ രോഗത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, എപ്പോഴും കിട്ടാത്തതിനെക്കുറിച്ച് പരാതി പറയുന്ന മനോഭാവമാണ് ലൗകിക മനുഷ്യന്റെ സ്വഭാവം. ദൈവത്തിന്റെ അനന്തമായ നന്മകളെ മറന്ന് ചെറിയ അസൗകര്യങ്ങളിൽ പോലും ദൈവത്തെയും സഭയെയും കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. ഉദാഹരണമായി പറഞ്ഞാൽ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തിന് ദൈവം മന്ന നൽകി, പാറയിൽ നിന്ന് വെള്ളം നൽകി, വസ്ത്രങ്ങൾ പഴകിപ്പോകാതെ കാത്തു. എന്നാൽ അവർ ഉള്ളിലും വെളുത്തുള്ളിയെ ഓർത്ത് പരാതി പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വചനം പറയും. ഫലം, ആ തലമുറ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല എന്നുള്ളതാണ്. ഒരു വെള്ളക്കടലാസിലെ ചെറിയ കറുത്ത പുള്ളി മാത്രം കാണുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. ദൈവം തന്ന വലിയ ജീവനും ആരോഗ്യത്തിനും നന്ദി പറയാതെ നിസാര കാര്യങ്ങൾക്ക് പരാതിപ്പെടുന്നത് ആത്മീയ ലൗകികതയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കൂ. Let us put aside our complaints and become good-hearted people who thank God in all situations. അതേ പരാതികൾ മാറ്റിവെച്ച് എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുന്ന നല്ല ഹൃദയമുള്ളവരായി മാറാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ: നന്മകളുടെ ദാതാവായ ദൈവമേ, പരാതി പറയുന്ന നാവല്ല, അങ്ങയുടെ നന്മകളെ ഓർത്ത് എപ്പോഴും നന്ദി പറയുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരട്ടെ. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.